പുറമെ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. മത്തായി 23 28 കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്നത്തെ നമ്മുടെ ലോകത്തിലും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. 600ഓളം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്ന ഒരു ജോലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആഴ്ചതോറും ഇത്രയേറെ ആളുകളുമായി ഇടപഴകിയതുകൊണ്ട് ആളുകളുടെ സ്വഭാവങ്ങൾ, ചില രീതികൾ ഒക്കെ പഠിച്ചെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിത അനുഭവവുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനും അവരുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നുമെല്ലാം മുൻകൂട്ടി പറയാൻ നമുക്ക് സാധിച്ചേക്കാം. ഇതിന് ഒരു വിപരീത വശം കൂടിയുണ്ട്. പലപ്പോഴും നാം പലരെയും തെറ്റിദ്ധരിക്കുവാനും നമ്മുടെ പഴയകാല ചിന്തകൾ, നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ മുൻനിർത്തി പലപ്പോഴും ചില മനുഷ്യരെ തെറ്റായി നമ്മൾ ചിന്തിക്കാനും ഇത്തരത്തിലുള്ള ബോധം കാരണമാകാറുണ്ട്. പ്രിയരെ, ഈ വാക്യം നാം പരിശോധിക്കുമ്പോൾ നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറമേയുള്ള ഒരു കാഴ്ച വെച്ചുകൊണ്ടല്ല ഒരു മനുഷ്യനെയും നാം അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. കാഴ്ചയിൽ വളരെ മാന്യനായി കാണപ്പെടുന്ന ഒരു വ്യക്തി ഏറ്റവും വലിയ വഞ്ചകൻ ആയേക്കാനും മതി. അതേപോലെ തന്നെ കാഴ്ചയിൽ വളരെ അപരിഷ്കൃതനായി തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കാം വളരെ ദയാലുവായും മനുഷ്യത്വത്തോടു കൂടിയും പെരുമാറുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാഴ്ചയാലല്ല, പുറമേയുള്ള നിഗമനത്താലല്ല ഒരു മനുഷ്യനെ നാം കാണേണ്ടത് എന്നാണ്. 2 കൊരിന്ത്യർ 5:16 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ആകയാൽ ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. നാം ആത്മമനുഷ്യരാണ്. നമുക്കൊരു ശരീരമുണ്ട്, ചിന്തയും വികാരങ്ങളും ബുദ്ധിശക്തിയും ഉൾപ്പെടുന്ന ദേഹിയുണ്ട്. സകല ലോകത്തെക്കാൾ വിലയേറിയ ഒരാത്മാവ് ഉണ്ട്. നാം ഒരു ആത്മമനുഷ്യനായതുകൊണ്ട് നമ്മുടെ സമീപത്തെത്തുന്ന മറ്റൊരു മനുഷ്യൻ, അവനെയും നാം ആത്മാവിൽ വിവേചിക്കുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ശരീരം കൊണ്ട് കാണുന്നത് പോലല്ല. നമ്മുടെ ബുദ്ധിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു വച്ചിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനനുസരിച്ച് ഒരു മനുഷ്യനെ വിലയിരുത്തുന്നതിന് പകരം എൻ്റെ ആത്മാവ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറ്റേ ആത്മാവിനെ വിവേചിക്കുവാൻ പ്രാഗൽഭ്യം നേടേണ്ടതുണ്ട്. ആത്മാവിൽ നമുക്ക് വളരാം. ആത്മശക്തി നമുക്ക് വർദ്ധിപ്പിക്കണം. മുട്ടോളം പോരാ, അരയോളം പോരാ. ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന ഒരു നിലവാരത്തിലേക്ക് നാം വളരുമ്പോൾ പിന്നീട് നാം മനുഷ്യരെ വിലയിരുത്തുന്നത് പുറമെയുള്ള കാഴ്ചയിലായിരിക്കില്ല. ഒരാത്മാവിനെ മറ്റൊരാത്മാവായി നിന്നുകൊണ്ട് വിവേചിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ പ്രതികരണങ്ങൾ മാറും. നമ്മുടെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും, നമ്മുടെ ജോലിസ്ഥലത്ത് ഒരു അനുഗ്രഹമായിരിക്കും. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം ഒരു അനുഗ്രഹമായി തീരും.